ഡെയിലി കറണ്ട് അഫയേഴ്സ് 1-4-2024 ഭൂമിയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്ന കിലൗയ ഏതു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹവായ് ദ്വീപ്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റിയുടെ കോച്ചെയറായി ഇന്ത്യയിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? PR ശ്രീജേഷ്. ഇന്ത്യയുടെ ഏത് പ്രതിരോധ സേനയാണ് 10 ദിവസത്തെ യുദ്ധ ഗെയിമായ ഗഗൻ ശക്തി 2024 തയ്യാറാക്കുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിൻ്റെ 2023 സമാപന ചടങ്ങ് എവിടെയാണ് നടന്നത്? റോം, ഇറ്റലി. ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ്? ഗിരിജ സുബ്രഹ്മണ്യൻ. രാജസ്ഥാൻ അതിൻ്റെ 75ാം രൂപീകരണ ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? 30 മാർച്ച് 2024. 2023 ഹോക്കി ഇന്ത്യയുടെ മികച്ച താരങ്ങൾക്കുള്ള വനിതാ വിഭാഗത്തിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സലിമ ടെറ്റെ. ഫണ്ട് ലാഭിക്കുന്നതിനായി ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. US മിയാമിയിൽ നടന്ന ATP മാസ്റ്റേഴ്സ് ടെന്നീസ് ഡബിൾസ് കിരീടം നേടിയതാരാണ്? റോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനും. ഡെയിലി കറണ്ട് അഫയേഴ്സ് 2-4-2024 വിനോദവുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് നിയമവിധേയമാക്കിയ ഏറ്റവും വലിയ യൂറോപ്യൻ യൂണിയൻ രാജ്യമായി മാറിയ രാജ്യമേതാണ്? ജർമ്മനി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെട്ടത് ഷെയ്ഫാലി ബീശരൺ. 2024 അഭിമാനകരമായ ഇൻ്റർനാഷണൽ കൾച്ചറൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? പ്രൊഫസർ മീന ചരന്ത. UN സെക്രട്ടറി ജനറൽ ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക പ്രതിനിധിയായി ആരെയാണ് നിയമിച്ചത്? കമൽ കിഷോർ. 2024 ഏപ്രിൽ 1 ഏത് ബാങ്കാണ് സ്ഥാപനത്തിൻ്റെ 90 വർഷം ആഘോഷിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2024 ഏപ്രിൽ 1 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം? ആകാശവാണി തിരുവനന്തപുരം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഗയാന ഡിഫൻസ് ഫോഴ്സിന് ഏതുതരം വിമാനമാണ് നിർമ്മിച്ച് വിതരണം നടത്തിയത്? ഡോർണിയർ 228 വിമാനങ്ങൾ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 4-4-2024 2024 ഓഗസ്റ്റ് 14 ശേഷം പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങളുടെ പ്രചാരം കണക്കാക്കാൻ സഹായിക്കുന്ന മെറ്റയുടെ കീഴിലുള്ള ടൂൾ ക്രൗഡ് ടാങ്കിൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 293. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിന് ചൈന നൽകിയ പുതിയ പേര് സാങ്നാൻ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കച്ചദ്വീപ്. അടുത്തിടെ അന്തരിച്ച കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ P രവിയച്ചൻ. പുരുഷ ടെന്നീസിലെ പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയത് നൊവാക് ജോക്കോവിച്ച്, സെർബിയ. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ഏപ്രിൽ 2. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കല, തിരുവനന്തപുരം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 4-4-2024 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? S മണികുമാർ. 2024 ഏപ്രിൽ 3 ഇന്ത്യ സന്ദർശിച്ച റോയൽ ഓസ്ട്രേലിയൻ നേവി മേധാവിയുടെ പേര് വൈസ് അഡ്മിറൽ മാർക്ക് ഹാമണ്ട്. ഏറ്റവും പുതിയ ഫോബ്സ് വേൾഡ്സ് ബില്യനെയേഴ്സ് ലിസ്റ്റ് പ്രകാരം ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ ആരാണ്? മുകേഷ് അംബാനി. ഉൽഖർ ദിവസ് 2024 ഏത് സംസ്ഥാനത്തിൻ്റെ രൂപീകരണ ദിനമാണ്? ഒഡീഷ. 2024 ഏപ്രിൽ 2 പോർച്ചുഗീസ് റിപ്പബ്ലിക്കിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ലൂയിസ് മോണ്ടിനെഗ്രോ. അടുത്തിടെ അബ്ദുൾ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു? ഈജിപ്റ്റ്. 2024 കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ടൊറൻറ്റോ, കാനഡ. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത്? തമിഴ്നാട്. പ്ലൂട്ടോ എന്ന ആകാശഗോളത്തെ ഔദ്യോഗിക സംസ്ഥാന ഗ്രഹമാക്കിയ അമേരിക്കൻ സംസ്ഥാനം? അരിസോണ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 5-4-2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ ഭാരോദ്വഹന താരം ആരാണ്? മീരാഭായ് ചാനു. തെക്കൻ ടിബറ്റിൻ്റെ ഭാഗമാണെന്ന് ബെയ്ജിംഗ് അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശിന് ചൈന നൽകിയ പേര് സാങ്നാൻ. നാഷണൽ ഫെയിം അവാർഡ്സ് 2024 വിശിഷ്ടമായ വിദേശ ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റ് പദവി നൽകി ആദരിക്കപ്പെട്ടതാരാണ്? ഡോക്ടർ കൊമ്മൂരി. SCO സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഇന്ത്യയിൽ നിന്ന് ആരാണ് നയിക്കുക? അജിത് ദോവൽ. അസോചം പ്രസിഡന്റായി അടുത്തിടെ ചുമതലയേറ്റതാരാണ്? സഞ്ജയ് നായർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH-44. 2024 ഏപ്രിൽ 3 വിജയകരമായി പരീക്ഷിച്ച അഗ്നി പ്രൈം മിസൈലിൻ്റെ പരിധി എത്രയാണ്? 1000 മുതൽ 2000 കിലോമീറ്റർ. RBI നിർദ്ദേശിച്ച ഡിജിറ്റൽ ഇന്ത്യ ട്രസ്റ്റ് ഏജൻസിയുടെ ഉദ്ദേശമെന്താണ്? സൈബർ വഞ്ചനയും നിയമവിരുദ്ധമായി വായ്പ നൽകുന്ന ആപ്പുകളും ചെറുക്കാൻ. PRL അഹമ്മദാബാദിൻ്റെ നേതൃത്വത്തിൽ ഓസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിൻ്റെ ഉപഗ്രഹം കാലിസ്റ്റോ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 6-4-2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ റീപ്പോ നിരക്ക് എത്രയാണ്? 6.5%. ഏത് സംസ്ഥാനത്തു നിന്നുള്ള രാജ്യസഭാംഗമായാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്? രാജസ്ഥാൻ. ലോകബാങ്ക് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗമായി അടുത്തിടെ നിയമിക്കപ്പെട്ടതാരാണ്? രാകേഷ് മോഹൻ.
ചരിത്രത്തിലാദ്യമായി ഫോബ്സിൻ്റെ ആഗോള സമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. ആയുധ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാൾ. 2024 ആദ്യ സൂര്യഗ്രഹണം ഏത് തീയതിയിലാണ്? 8 ഏപ്രിൽ 2024. ഏത് തീയതിയിലാണ് നാറ്റോ അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നത്? 4 ഏപ്രിൽ 2024. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്തത് ഇന്ത്യയിലെ ഏത് തുറമുഖമാണ്? പാരദീപ് തുറമുഖം. ഏപ്രിൽ 26 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രകാരം അന്തിമ വോട്ടർമാരുടെ എണ്ണം എത്രയാണ്? 2,77,49,159. ഡെയിലി കറണ്ട് അഫയേഴ്സ് 7/4/2024. ആരാണ് സ്ലൊവാക്യയുടെ പുതിയ പ്രസിഡന്റ് ആകാൻ പോകുന്നത്? പീറ്റർ പെല്ലഗ്രിനി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി ആരാണ് നിയമിതനായത്? കെ ബൈജുനാഥ്. 15 വയസ്സുള്ളപ്പോൾ അണ്ടർ 17 400 മീറ്റർ റെക്കോർഡ് സ്ഥാപിച്ച ഉസൈൻ ബോൾട്ടിൻ്റെ റെക്കോർഡ് ആരാണ് തകർത്തത്? നിക്കിക്കോയ് ബ്രാംബൽ. ഫ്രാൻസിലെ പാരീസിൽ നടക്കുന്ന 33ാമത് സമ്മർ ഒളിമ്പിക്സിൽ ജൂറി അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? ബിൽക്വിസ് മിർ. ഏത് വർഷാവസാനത്തോടെയാണ് യൂറിയയുടെ ഇറക്കുമതി നിർത്താൻ ഇന്ത്യ പദ്ധതിയിടുന്നത്? 2025. NCDFIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? മീനേഷ് ഷാ. വേൾഡ് ഇക്കണോമിക് ഫോറം യങ് ഗ്ലോബൽ ലീഡേഴ്സ് കമ്മ്യൂണിറ്റി 2024 ഇന്ത്യ എത്ര ഇന്ത്യക്കാരെ ചേർത്തു? 5 ഇന്ത്യക്കാർ. മച്ചിലിപട്ടണം തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. 2024 ഏപ്രിൽ 6 ജപ്പാനിലെ കാശിവയിൽ നടന്ന ITF വനിതാ ടെന്നീസ് ടൂർണമെൻറ്റിൽ ഡബിൾസ് ഫൈനലിൽ വിജയിച്ചതാരാണ്? അനിത റെയ്നയും ചിയാവി സാവോയും. ഡെയിലി കറണ്ട് അഫയേഴ്സ് 8/4/2024. സംയുക്തതയും സംയോജനവും സംബന്ധിച്ച ത്രിസേവന സമ്മേളനമായ പരിവർത്തൻ ചിന്തന് ആരാണ് അധ്യക്ഷനാകുക? ജനറൽ അനിൽ ചൗഹാൻ. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 1000 റൺസ് പിന്നിട്ട രണ്ടാമത്തെ കളിക്കാരനാരാണ്? രോഹിത് ശർമ്മ. IPL ഒരു ടീമിന് വേണ്ടി 150 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. 2024 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് നേടിയതാരാണ്? മാർക്സ് വെർസ്റ്റപ്പൻ. IPL 4000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏത്? നാറ്റോ. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. വിപ്രോയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരിക്കും? ശ്രീനിവാസ് പല്ലിയ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 9/4/2024. ലോക്സഭയിലെ ഏറ്റവും ചെറിയ മണ്ഡലമേത്? ലക്ഷദ്വീപ്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയേസസ്. നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജോൺ ആൽഫ്രഡ് ടിന്നിസുഡ്. IPL ലീഗിൻ്റെ ചരിത്രത്തിൽ 1000 റൺസ്, 100 വിക്കറ്റ്, 100 ക്യാച്ചുകൾ എന്നീ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആദ്യ വ്യക്തിയായി മാറിയതാരാണ്? രവീന്ദ്ര ജഡേജ. കേരളത്തിലെ 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏത് സ്റ്റേഷനുകൾക്കിടയിലോടും? എറണാകുളം ബാംഗ്ലൂർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് എത്ര പേർ മത്സരിക്കും? 194 മത്സരാർത്ഥികൾ. മികച്ച കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾക്കുള്ള 15ാമത് CIDC വിശ്വകർമ്മ അവാർഡ് ലഭിച്ച കമ്പനി ഏതാണ്? ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. സംഗീതോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള GI ടാഗ് ലഭിച്ച മിറാജ് നഗരം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇഗ്ല എസ്മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഏത് രാജ്യമാണ് ഇന്ത്യക്ക് വിതരണം ചെയ്തത്? റഷ്യ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 10/4/2024. ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്ലി എഴുതുന്ന ഓർമ്മ പുസ്തകം കാഴ്ചയുടെ തന്മാത്രകൾ. ഒളിമ്പിക്സിൽ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കീസ് മിർ, ജമ്മു കാശ്മീർ. അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്, പട്ടാബേട്ട്. 2024 ഏപ്രിൽ 8 അന്തരിച്ച ദൈവകണം അഥവാ ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെ? രാമേശ്വരം, തമിഴ്നാട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റ വനിത ഷെയ്ഫാലി ബി ശരൺ. ഏതെല്ലാം രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസമായിരുന്നു ദോസ്തി 16? ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 11/4/2024. ചേര രാജാക്കന്മാരുടെ കാലത്തെ 2000-ഓളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തിയ ഈജിപ്തിലെ പ്രദേശം ഡയോസ്കോട്ട. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് B/C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. അടുത്തിടെ സീഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം ഇസ്രായേൽ. 2024 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ KPB നായർ. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി നെക്സ്കാർ 19. 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഗീത ഉപകരണങ്ങൾ താൻപുര സിത്താർ. ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ജേതാക്കൾക്ക് പ്രൈസ് മണി നൽകുന്ന ഒളിമ്പിക്സ്
2024 പാരീസ് ഒളിമ്പിക്സ്. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീയാചാര്യൻ ലോകേഷ് മുനി. ഡെയിലി കറണ്ട് അഫയേഴ്സ് 12/4/2024. സീനിയർ ദേശീയ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി ഹോക്കി ഇന്ത്യ ആരെയാണ് തിരഞ്ഞെടുത്തത്? ഹരേന്ദ്ര സിംഗ്. 51ാമത് ദേശീയ ക്യാരംസ് ചാമ്പ്യൻഷിപ്പ് നേടിയതാരാണ്? രശ്മി കുമാരി. സോംബി മയക്കുമരുന്ന് പ്രതിസന്ധിയെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം സിയറ ലിയോൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണറായി UK-യിൽ നിന്ന് ആരാണ് ചുമതലയേൽക്കുന്നത്? ലിൻഡി കാമറൂൺ. 3 പതിറ്റാണ്ടിന് ശേഷം ശംഖുമുഖം കടൽത്തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലിവ് റിഡ്ലി. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ ശാഖയുള്ള ഏക സ്വകാര്യ മേഖലാ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക്. ലോക അത്ലറ്റിക്സ് പ്രകാരം പാരീസ് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവിന് എന്ത് സമ്മാനത്തുക ലഭിക്കും? $50,000 സമ്മാനത്തുക. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അഭിമാനകരമായ മത്സര വിഭാഗത്തിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ സിനിമയുടെ പേര്? ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 13/4/2024. ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 10ാം റാങ്ക്. റുപ്പി വൗച്ചർ ഉപയോഗിച്ച് കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ തൽക്ഷണ സബ്സിഡി വിതരണം ചെയ്യാൻ അനുവദിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? CDP സുരക്ഷ. പാകിസ്ഥാൻ സെനറ്റ് ചെയർമാനായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? യൂസഫ് റാസ ഗിലാനി. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം മേരി കോം. 2020 ക്രിക്കറ്റിൽ 7000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ റൺസ് നേടുന്ന 8ാമത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളുടെ ആദ്യത്തെ ഉരുക്കുമുറിക്കൽ ചടങ്ങ് നടന്നത് എവിടെയാണ്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, വിശാഖപട്ടണം. ഏത് വർഷത്തോടെ ചന്ദ്രനിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയെ ഇറക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹമാണ് ചന്ദ്രയാൻ 4 അടയാളപ്പെടുത്തുന്നത്? 2040. ഇന്ത്യയിൽ നിന്നുള്ള 500 യൂണിറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ E3 ഇലക്ട്രിക് കാറുകൾ ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയത് ഏത് കമ്പനിയാണ്? സിട്രോയിൻ. ധാതുക്കളുടെ സാങ്കേതിക സഹകരണത്തിനുള്ള കരാറിൽ കപിൽ ആരുമായി ഒപ്പുവെച്ചു? CSIR IMMT. ഡെയിലി കറണ്ട് അഫയേഴ്സ് 14/4/2024. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത്? ഗോപിചന്ദ് തോട്ടക്കുറ, ആന്ധ്രാപ്രദേശ്. ഗൂഗിൾ ക്ലൗഡ് പാർട്ണർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ്? റിയാഫൈ ടെക്നോളജീസ്. മലയാളത്തിലെ ആദ്യ ബോധധാരാ നോവലായ സ്വർഗ്ഗദൂതൻ രചിച്ചത്? പോഞ്ഞിക്കര റാഫി, 1958. 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായിരുന്ന വ്യക്തി? മുരാരി ലാൽ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്? ലിൻഡി കാമറൂൺ. ആൺകുട്ടികളെ പാചകം പഠിപ്പിക്കാൻ സമഗ്ര ശിക്ഷ കോഴിക്കോട് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി? കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്തം. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകം? യൂറോപ്പ ക്ലിപ്പർ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 15/4/2024. ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ദ്വീപായ ഫ്രേസർ ദ്വീപ് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയ. 2024 ഏപ്രിൽ 7 62ാം വയസ്സിൽ മരണമടഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ ഒട്ടിച്ചേർന്ന ഇരട്ടകളുടെ പേര്? ലോറി ഷാപ്പൽ ആൻഡ് ജോർജ് ഷാപ്പൽ. 2024 ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം? ജാക്ക് അലബാസ്റ്റർ. ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടറായി ആരാണ് നിയമിതനായത്? ജസ്റ്റിസ് അനിരുദ്ധ ബോസ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ഏത് ഓപ്പറേഷൻ്റെ 40ാം വാർഷികം 2024 ഏപ്രിൽ 13 അനുസ്മരിച്ചു? ഓപ്പറേഷൻ മേഘദൂത്. ഇന്ത്യൻ ആർമിയുടെ ഏക് മിസൈൽ ഏക് ടാങ്ക് ത്രിശക്തി കോർപ്സ് ഏത് സംസ്ഥാനത്ത് പരിശീലന അഭ്യാസം നടത്തി? സിക്കിം. 2024 ഏപ്രിൽ 15 മുതൽ 28 വരെ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനും നടത്തുന്ന 14 ദിവസത്തെ അഭ്യാസത്തിൻ്റെ പേര്? എക്സസൈസ് ഡസ്റ്റ് ലൈക്ക്. 2024. അങ്കാര A5 ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ റോക്കറ്റാണ് താഴ്ന്ന ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചത്? റഷ്യ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 16/4/2024. സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും? ലോറൻസ് വോങ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ദക്ഷിണേന്ത്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ നടിയുടെ പേര്? അവന്തിക വന്ദനപ്പു. 2020 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യക്കാരനാരാണ്? രോഹിത് ശർമ്മ. നൈഫ് എന്ന തൻ്റെ ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കാൻ തയ്യാറായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരൻ്റെ പേര്? സൽമാൻ റുഷ്ദി. 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾ നേടിയതാരാണ്? ജൊനാഥൻ ക്രിസ്റ്റി. CBIയിൽ ജോയിൻറ്റ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായതാരാണ്? അനുരാഗ് കുമാർ. പ്ലാസ്റ്റിക് ഓവർഷൂട്ട് ഡേ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഇന്ത്യയുടെ ആളോഹരി പ്ലാസ്റ്റിക് മാലിന്യ ഉത്പാദനം എത്രയാണ്? പ്രതിവർഷം 8 കിലോ. രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കേഷൻ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി ആരംഭിച്ചത്? IIT മദ്രാസ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യം? ബെപ്പി കൊളംബോ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 17/4/2024. എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചലഞ്ചസ് ഫോർ എക്സോസ്കെൽട്ടൺ എന്ന വിഷയത്തിൽ ആദ്യ അന്താരാഷ്ട്ര ശില്പശാല ഏത് സംഘടനയാണ് സംഘടിപ്പിച്ചത്? DRDO.
സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് 4ാം റാങ്ക് നേടിയതാരാണ്? സിദ്ധാർത്ഥ് രാംകുമാർ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരായിരിക്കും? സഞ്ജന സംഘി. 2023 സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതാരാണ്? ആദിത്യ ശ്രീവാസ്തവ. ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് 70 നിലകളുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. 2024 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 9 മെഡലുകൾ. അരുണാചൽ പ്രദേശിലെ ഏത് ഗോത്രക്കാരാണ് ലോങ് ഡേ ഉത്സവം ആഘോഷിക്കുന്നത്? നിഷി ഗോത്രം. എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് 2023 പ്രകാരം ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം? അറ്റ്ലാന്റ. 2024 ദേശീയ സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെ പേര്? ഏകതാ ബിഷ്ണോയി. ഡെയിലി കറണ്ട് അഫയേഴ്സ് 18/4/2024. ഖേലോ ഇന്ത്യ NTPC ദേശീയ റാങ്കിംഗ് അമ്പെയ്ത്ത് മീറ്റിൽ വെള്ളി നേടിയതാരാണ്? ശീതൾ ദേവി. ഭാരത് പേയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ആരാണ് നിയമിതനായത്? നളിൻ നേഗി. 2024 ലത ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം ആർക്കാണ് ലഭിക്കുക? അമിതാഭ് ബച്ചൻ. വേൾഡ് ഇക്കണോമിക് ഫോറം 2024 യങ് ഗ്ലോബൽ ലീഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അദ്വൈത നായർ. 2024 ഏപ്രിൽ 17 ഉസ്ബെക്കിസ്ഥാനിലെ അക്കാദമി ഓഫ് ആംഡ് ഫോഴ്സിൽ ഹൈടെക് IT ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. അത്യാധുനിക ഹൈബ്രിഡ് പിച്ച് സ്ഥാപിക്കുന്ന ആദ്യത്തെ BCCI അംഗീകൃത വേദിയായി മാറിയ സ്റ്റേഡിയം ഏതാണ്? ധർമ്മശാല. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? റഷ്യൻ ഭരണഘടന, മുൻ സോവിയറ്റ് യൂണിയൻ. 2024 ഏപ്രിൽ 17 DRDO ഏത് സ്ഥലത്താണ് ശബ്ദ സ്വഭാവത്തിനും മൂല്യനിർണ്ണയത്തിനും അത്യാധുനിക സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യുന്നത്? ഇടുക്കി. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? നൈജീരിയ. കുവൈറ്റിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് നിയമിതനായത്? ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 19/4/2024. ലോക ഭൗമദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? 22 ഏപ്രിൽ. 2023-24 സാമ്പത്തിക വർഷത്തിൽ 44 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്ത കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിൻ്റെ ഗ്ലാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വികസിപ്പിച്ചത് ഏത് സ്ഥലത്താണ്? ബാംഗ്ലൂരു. ഇന്ത്യൻ നാവികസേനാ മേധാവിയായി നിയമിതനാകുന്നത്? ദിനേശ് കുമാർ ത്രിപാഠി. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 ആളുകളുടെ പട്ടികയിൽ എത്ര ഇന്ത്യക്കാരുണ്ട്? 8 വ്യക്തികൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത തദ്ദേശീയ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ട്രക്ക് പുറത്തിറക്കിയ കമ്പനി? സാനി ഇന്ത്യ. 2024 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡിൽ ഇന്ത്യയിലെയും ദക്ഷിണേഷ്യയിലെയും ഏറ്റവും മികച്ച പ്രാദേശിക വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കെമ്പഗൌഡ. ലോക ഹീമോഫീലിയ ദിനം ആചരിച്ചത് ഏത് തീയതിയിലാണ്? 17 ഏപ്രിൽ. വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രജൻ രൂപകൽപ്പന ചെയ്തത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 20/4/2024. അടുത്തിടെ ബ്രസീലിയൻ മഴക്കാടുകളിൽ കണ്ടെത്തിയ അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന തവള? ലീഫ് ലിറ്റർ ഫ്രോഗ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയായത്? അബുദാബി. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പുതിയ പേര്? ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി കണികകൾ. ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത്? മുഹമ്മദ് സലേം. 2024 മാത്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മലയാളി? സഞ്ജന ഫിലോ ചാക്കോ. അടുത്തിടെ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ? തിരങ്ക ബർഫി, ദലുവ മൂർത്തി. 2024 മാത്സ് ഒളിമ്പ്യാഡിന് വേദിയായത്? ജോർജിയ. ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള സോണാർ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം ഫോർ അക്വസ്റ്റിക് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ നിലവിൽ വന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് നിലവിൽ വരുന്നത്? ധർമ്മശാല, ഹിമാചൽ പ്രദേശ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 21/4/2024. NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി ആരാണ് നിയമിതനായത്? നളിൻ പ്രഭാത്. 2023 ഹോക്കി ഇന്ത്യയുടെ 6ാം വാർഷിക അവാർഡ് വേളയിൽ വരാനിരിക്കുന്ന മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയതാരാണ്? ദീപിക സോറങ്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ MS ധോണിക്ക് ശേഷം 250 മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ കളിക്കാരനാരാണ്? രോഹിത് ശർമ്മ. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവാ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളി? കെസിയ മെജോ. കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസുകളിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാരാണ്? വിനേഷ് ഫോഗട്ട്. പൂർവി ലഹർ അഭ്യാസം നടത്തിയ ഇന്ത്യൻ സൈന്യം ഏതാണ്? ഇന്ത്യൻ നേവി. വിനേഷ്, ഹൃതിക, അൻഷു എന്നിവർ ഏത് മേഖലയിലാണ് ഇന്ത്യക്കായി പാരീസ് ഒളിമ്പിക്സ് കോട്ട നേടിയത്? ഗുസ്തി. 2024-25 അധ്യയന വർഷം മുതൽ പെർമനൻ്റ് എഡ്യൂക്കേഷൻ നമ്പർ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ നാഷണൽ സിവിൽ സർവീസ് ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഏപ്രിൽ 21. ഡെയിലി കറണ്ട് അഫയേഴ്സ് 22/4/2024. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ? നിർഭയ്. 2032 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ബ്രിസ്ബെയിൻ. ഇന്ത്യയിൽ നിന്ന് ആരെയാണ് ഉഗാണ്ട ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിക്കാൻ പോകുന്നത്? അഭയ് ശർമ്മ.
2024 ഏപ്രിൽ 21 നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് നേടിയതാരാണ്? മാർക്സ് വെർസ്റ്റപ്പൻ. ഫുട്ബോൾ മത്സരത്തിനിടെ എതിർ കളിക്കാർക്ക് നേരെ ലേസർ പോയിന്റർ ഉപയോഗിച്ചതിന് 11 കളിയിൽ വിലക്ക് ലഭിച്ച മെക്സിക്കൻ ഗോൾ കീപ്പർ നാഹുവേൽ ഗുസ്മാൻ. 2024 ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പിനായി കേരളത്തിലെ ഏത് ജില്ലാ ഭരണകൂടമാണ് തിരഞ്ഞെടുപ്പ് പ്രമേയമായ ഓട്ടൻതുള്ളൽ അവതരണം പുറത്തിറക്കിയത്? ഇടുക്കി ജില്ല. UGC പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങളനുസരിച്ച് PhD നേടുന്നതിനാവശ്യമായ മൊത്തം മാർക്ക് എത്രയായിരിക്കണം? 75%. 1 ഏപ്രിൽ 2024 മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിനുള്ള പ്രായപരിധി എത്രയാണ്? പ്രായപരിധിയില്ല. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 23/4/2024. ഗുജറാത്തിലെ ഏത് ലോക്സഭാ സീറ്റിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? സൂറത്ത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഏത് തീരത്താണ് ഒലീവ് റിഡ്ലി കടലാമകൾ കൂടുതൽ മുട്ടയിടുന്നത്? ഒഡീഷ തീരം. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റ് 2024 ചാമ്പ്യനായത് ഇന്ത്യയിൽ നിന്നാരാണ്? D. ഗുഗേഷ്. ധനലക്ഷ്മി ബാങ്കിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവുമായി ആരെയാണ് നിയമിച്ചത്? അജിത് കുമാർ KK. ഫ്രഞ്ച് കാർ നിർമ്മാതാക്കളായ സിട്രോണിൻ്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോനി. വരാനിരിക്കുന്ന 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ പാൽ ബ്രാൻഡായ നന്ദിനി ഏത് ടീമുകളുടെ സ്പോൺസറായി തിരഞ്ഞെടുക്കപ്പെട്ടു? സ്കോട്ട്ലാൻഡും അയർലൻഡും. ആഗോള സൈനിക ചിലവിൽ 2023 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 4-ാമത്തേത്. ഏത് ദിവസമാണ് 2550 ഭഗവാൻ മഹാവീർ നിർവ്വാണ മഹോത്സവം ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? 21 ഏപ്രിൽ 2024. അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം കുവൈറ്റ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 24/4/2024. 2024 ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 2 രാജ്യങ്ങൾ ഏതാണ്? അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളിലെ പ്രത്യേകിച്ച് ദുർബലരായ ഏത് ഗോത്ര വിഭാഗങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ചരിത്രപരമായ വോട്ട് രേഖപ്പെടുത്തിയത്? ഷോംപെൻ ഗോത്രം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 200 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ബോളർ ആരാണ്? യുസ്വേന്ദ്ര ചഹൽ. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ വിസ നിയമങ്ങളനുസരിച്ച് ഇന്ത്യയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാം? 29 യൂറോപ്യൻ രാജ്യങ്ങൾ. വികസിത് ഭാരതിനോടുള്ള ഇന്ത്യൻ കോർപ്പറേഷനുകളുടെ പ്രതിബദ്ധത വിലയിരുത്തുന്ന 2023 ഇന്ത്യ ഉൾപ്പെട്ട റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ വ്യവസായങ്ങൾ ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. പ്രതിദിനം ഏകദേശം 80 ഗ്രാം സ്വർണം പുറത്തുവിടുന്ന ഭൂമിയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്ന് ഏതാണ്? എറബസ് പർവ്വതം. ആദ്യത്തെ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നത് ഏത് രാജ്യത്താണ്? കാഠ്മണ്ഡു, നേപ്പാൾ. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? റീഡ് യുവർ വേ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 25/4/2024. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമേതാണ്? മൗണ്ട് വിൻസൺ പീക്ക്. 100 വർഷത്തിനിടെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാരാണ്? പ്രൊഫസർ നൈമ ഖാത്തൂൺ. ആര്യഭട്ട അവാർഡ് ലഭിച്ച അനന്ത് ടെക്നോളജീസിൻ്റെ ചെയർമാനായ CEOയുടെ പേര്? പാവുലൂരി സുബ്ബറാവു. ലൊറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2024 വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ വിഭാഗത്തിൽ അവാർഡ് നേടിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ഗവർണറുടെ പേര്? ഗവർണർ PS ശ്രീധരൻപിള്ള. രാജ്യത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ചത്? DRDO. ഡാറ്റ ട്രാഫിക് ഉപഭോഗത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്ററായി മാറിയ ടെലികോം ഓപ്പറേറ്റർ ഏതാണ്? റിലയൻസ് ജിയോ. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപദേഷ്ടാവായി നിയമിതനായ കേണൽ എഡിസൺ നാപ്യോ ഏത് രാജ്യക്കാരനാണ്? പപ്പുവ ന്യൂഗിനിയ. ബ്രസീലിലെ മഴക്കാടുകളിൽ നിന്നും അടുത്തിടെ കണ്ടെത്തപ്പെട്ട പുതിയ ഇനം പൂച്ച? ലിയോപാർഡസ് പാർഡിനോയിഡസ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് 26/4/2024. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. 2024 ഏപ്രിൽ 26 ഇന്ത്യയിലുടനീളമുള്ള എത്ര മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്? 88 മണ്ഡലങ്ങൾ. 2024 ICC പുരുഷ 2020 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ഉസൈൻ ബോൾട്ട്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ്? UAE. ചൈനയുടെ ഏത് ബഹിരാകാശ പേടകം 2024 ഏപ്രിൽ 25 അതിൻ്റെ പരിക്രമണ ബഹിരാകാശ നിലയത്തിലേക്ക് 3-അംഗ സംഘത്തെ അയച്ചു? ഷെൻസോ 18. എല്ലാ വർഷവും 2024 ഏപ്രിൽ 23 കോങ്ജോം ദിനം ആചരിക്കുന്ന സംസ്ഥാനം? മണിപ്പൂർ. പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായി? ഇന്തോനേഷ്യ. 2024 അമ്പെയ്ത്ത് ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഷാങ്ഹായ്, ചൈന. കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം? പാമ്പൻ പാലം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 27/4/2024. പൊതു തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനമേത്? മണിപ്പൂർ. ICC പുരുഷ 2020 ലോകകപ്പ് 2024 ഇന്ത്യയിൽ നിന്നുള്ള അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? യുവരാജ് സിംഗ്. 2024 ഏപ്രിൽ 22 അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവിൻ്റെ പേര്? സുധീർ കാക്കർ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിളിൽ നിലവിലുള്ള ഫൈനൽ റെക്കോർഡ് തകർത്തത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? അർജുൻ ബാബുദ. 2024 ഏപ്രിൽ 24 ലതാ ദീനാനാഥ് മങ്കേഷ്കർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അമിതാഭ് ബച്ചൻ.
2024 ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. ഉൾനാടൻ ജലപാതകളിലെയും കപ്പൽ നിർമ്മാണത്തിലെയും വെല്ലുവിളികളും വരാനിരിക്കുന്ന പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനം എവിടെ വച്ചാണ് നടന്നത്? കൊച്ചി. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം 2024 ഏപ്രിൽ 26 ഏത് സ്ഥലത്താണ് നടന്നത്? അസ്താന, കസാക്കിസ്ഥാൻ. ഡെയിലി കറണ്ട് അഫയേഴ്സ് 28/4/2024. 2024 18-ാം ലോക്സഭയിലെ 543 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലാണ്? 7 ഘട്ടങ്ങൾ. ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൻ്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനം രാജിവെച്ച കോച്ചിൻ്റെ പേര് ഇവാൻ വുക്കോമനോവിച്ച്. 2024 ICC വനിതാ 2020 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൻ്റെ അംബാസഡറായി ആരെയാണ് തിരഞ്ഞെടുത്തത്? സന മിർ. ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഏറ്റവും വലിയ 4ാമത്തെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ചൈന 8 ഹാങ്കൂർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് അടുത്തിടെ പുറത്തിറക്കിയത്? പാകിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹിമാചൽ പ്രദേശ്. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഓപ്പറേഷനായി പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചത് ഇന്ത്യയിലെ ഏത് തുറമുഖത്തിനാണ്? വിഴിഞ്ഞം തുറമുഖം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 29/4/2024. 2024 ഏപ്രിൽ 28 പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയായി ആരാണ് നിയമിതനായത്? ഇസ്ഹാഖ് ദാർ. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ട്രയാത്ലൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് ചാമ്പ്യന്മാരായത്? മുരളീധരൻ സിനിമോളും മാനസി മോഹിതയും. ലോകത്തിലെ ആദ്യ സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടൻ. 2024 ഏപ്രിൽ 26 വൻ കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത നൈനിറ്റാൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. 2024 ഏപ്രിൽ 26 ഹൂതി തീവ്രവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് MV ആൻഡ്രോമിഡ സ്റ്റാറിൻ്റെ ജീവനക്കാരെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൻ്റെ പേര് INS കൊച്ചി. ഡെയിലി കറണ്ട് അഫയേഴ്സ് 30/3/2024. കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നതെവിടെ? രാമേശ്വരം. 2024 21ാമത് അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി? 7 സ്വർണം. അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമോണിക്ക. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. അടുത്തിടെ രാജിവെച്ച ഹെയ്ത്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി. പെൺകൂട്ട് വനിതാ ഫിലിം സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫിലിം സൊസൈറ്റി 2024 മെയ് 1 കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുറക്കുന്നത്? കോഴിക്കോട്. 2024 ഏപ്രിലിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ ഏറ്റവും പുതിയ അംഗീകാരം എന്താണ്? നവരത്ന പദവി. 2024 വേൾഡ് അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ലിമ.